ഇപ്പോൾ അഖിൽ മാരാറാണ് 2020 സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിൽ മത്സരിക്കുന്നത്. അപ്പോൾ അഖിൽ മാരാറിന് വ്യക്തിയുടെ വിജയസാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് ചേട്ടൻ കരുതുന്നത്? മൂന്നാം സ്ഥാനത്ത്. ആകെ മൂന്നാൾക്കാരല്ലേ മത്സരിക്കുള്ളൂ. മൂന്നാം സ്ഥാനത്തെ പുള്ളി. അല്ല, പുള്ളിയുടെ വോട്ട് എത്രത്തുണ്ടാവും? കാരണം എന്താണ്, കഴിഞ്ഞ ദിവസത്തെ BJP-യുടെ ഒരു പ്രതിനിധി മത്സരിച്ചതിനെക്കാട്ടും ഉപരി അഖിൽ മാരാർ ഒരു ജനപ്രിയ ആളാണ്. ജനങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്, ജനങ്ങൾക്ക് പരിചിതമുള്ള ഒരു മുഖമാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം അറിയാമായിരിക്കും. അപ്പോൾ അദ്ദേഹം UDF-ൻ്റെ ഒരു കോട്ടയാണ് തൃക്കാക്കര എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ UDF-ൻ്റെ എത്രത്തോളം വോട്ട് കയ്യിലാക്കുന്നതാണ് അഖിൽ മാരാർ? അങ്ങനെയൊന്നുമില്ല. UDF-ൻ്റെ വോട്ട് UDF-ന്, LDF-ൻ്റെ വോട്ട് LDF-ന്, BJP-യുടെ വോട്ടും NDA-യുടെ വോട്ടും 2020-യുടെ വോട്ടും കൂടെ ചെറിയൊരു വ്യത്യാസം കാണിക്കും. മൂന്നാം സ്ഥാനത്താ. അല്ലെങ്കിൽ അഖിൽ മാരാർ വന്നതുകൊണ്ട് വീട്ടിലുള്ള കുടുംബ പ്രേക്ഷകരൊക്കെ വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അവര് മറ്റേ എന്താണ് ഏതിലെ പോയോ ബിഗ് ബോസ് താരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് വരുമ്പോഴല്ലേ അവർ രാഷ്ട്രീയക്കാരായിരിക്കണം. അതായത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്ത് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ എത്ര ആൾക്കാർ ഇവിടെ പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കണം കാലങ്ങളായിട്ട്. അല്ല പുതിയതായി ബിഗ് ബോസിൽ നിന്ന് വന്ന ഒരാൾക്ക് അങ്ങനെ വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ആഗ്രഹിക്കുന്നില്ല. അഖിൽ മാരാർ വന്ന കുറെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആളാണ് അഖിൽ മാരാർ. അപ്പൊ അദ്ദേഹം വന്നൊരു മാറ്റം ഉണ്ടാവും വിചാരിക്കുന്നു. വരൂല്ലല്ലോ. അങ്ങനെയൊന്നും കേരളം മാറില്ലല്ലോ. ഇത് കേരള സംസ്ഥാനം പോലെയല്ല. നല്ല വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ജനങ്ങളുള്ള സ്ഥലം. നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല ജനങ്ങള്. അഖിൽ മാരാർക്ക് വോട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിവരമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. BJP-ക്ക് ഒരു വോട്ടുണ്ട്. എന്താണ് മാരാറാണ് അഖിൽ മാരാർക്ക് ചെറുതായിട്ട് വോട്ട് ചെറിയൊരു ഇത് കാണിക്കും. അല്ലാതെ മൂന്നാം സ്ഥാനത്താവും. മാറ്റമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സപ്പോസ് എന്താണ് ഇനി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ആര് ഭരിക്കണം വിചാരിക്കുന്നത്? ആര് ഇപ്പോൾ വീണ്ടും LDF തുടരുമോ അതോ വീണ്ടും UDF-ലേക്ക് മാറുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കേരളത്തിന്റെ തുടർഭരണോ അതോ മാറ്റഭരണമാണോ ആഗ്രഹിക്കുന്നത്? ഇത്ര നാൾ ചെയ്ത പ്രവൃത്തികളും നാടിന്റെ വികസനമൊക്കെ വെച്ച് LDF തുടരും എന്നാണ് എൻ്റെ അഭിപ്രായം. ആഗ്രഹിക്കുന്നു. സപ്പോസ് UDF വരികയാണെങ്കിൽ ആരായിരിക്കും നല്ല മുഖ്യമന്ത്രി ആയിട്ട് വരിക? UDF വരികയാണെങ്കിൽ അതിനവരെ തമ്മിൽ തല്ല് തീരണ്ടേ? അവര് തമ്മിൽ തല്ല് തീരൂല. അതായത് ഒരു പൊതുയോഗം മര്യാദക്ക് നടത്താൻ പറ്റാത്ത ആൾക്കാര് എങ്ങനെ കേരളം ഭരിക്കൂടോ? ഒരു പൊതുയോഗം കണ്ടായിരുന്ന ഒരു പൊതുയോഗത്തിലെ ഒരു പൊതുയോഗം മര്യാദക്ക് ഒരു യോഗം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ കുടുംബയോഗം വലിയതായിട്ട് നടത്തുമ്പോൾ സംസ്ഥാന ഒരു സമ്മേളനം അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അത് കോടീകരിച്ച് നടത്താൻ പറ്റാത്ത ഒരാൾക്കാർ എങ്ങനെ കേരളം ഭരിക്കും? അത് ഇത്ര വിദ്യാസമ്പന്നനായ കേരളീയരെ എങ്ങനെ മേച്ചുകൊണ്ട് നടക്കില്ല. ലോക തോൽവിയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. ലോക തോൽവിയാണ് ഇപ്പോഴുള്ള നല്ലൊരു നേതാവില്ല ഇതിൻ്റെ. ഞാൻ കണക്കാക്കിയിട്ടില്ല. അത് രാവിലെ ഒന്ന് പറയും, ഉച്ചക്ക് ഒന്ന് പറയും, വൈകിട്ട് ഒന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരൊന്നും രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റില്ല. പറഞ്ഞ ഒരൊറ്റ കാര്യം ഇരിക്കണം, ഒറ്റ കാര്യം അതിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ ആവില്ല. അല്ല, ഞാൻ വിചാരിക്കുന്നതല്ലേ ഇപ്പോൾ സപ്പോസ് വിചാരിക്കാതെ കേരളം എന്ന് BJP-യുടെ കയ്യിലാവുന്ന ചേട്ടൻ ആഗ്രഹിക്കുന്നത് വിചാരിക്കുന്നത്? BJP-യുടെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരാൾ വരുന്നത് കേരളത്തിൽ അങ്ങനെ സ്വപ്നം കാണാൻ പറ്റും? എനിക്കൊരു 54 വയസ്സായി. എന്റെ ഭരണശേഷം വന്നാലേ ഉള്ളൂ. അല്ല, വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കണില്ല. കേരളത്തിൽ വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ 2-3 സീറ്റൊക്കെ കിട്ടും. ചിലപ്പോൾ ഒരു 10 വരെയും വരും. കേരളം ഒന്നും അങ്ങനെ പെട്ടെന്ന് മാറൂല്ലോ. ഇവിടെ എന്തുമാത്രം സമരം നടത്തിയാണ് ഈ സാധനം ഇങ്ങനെ ആക്കിയെന്നറിയാം. കൊള്ളവനില്ലാത്തവരും തമ്മിലുള്ള അന്തരമൊക്കെ കുറച്ച് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഫുഡ് കഴിക്കണം. കേരള സംസ്ഥാനത്ത് ഇത് പറ്റൂലല്ലോ. ജാതിയും മതമൊന്നുമില്ല ഇവിടെ. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിൽ അങ്ങനെ പെട്ടെന്നൊരു BJP മുഖ്യമന്ത്രിയോ അങ്ങനെയൊന്നും വരില്ല. കൂടിയാൽ ചിലപ്പോൾ ഒരു 3-4 സീറ്റ് കിട്ടും, അത്ര. ഇപ്പോൾ അതേപോലെ തന്നെ BJP-യുടെ വളർച്ച കൂടിയത് ഇന്ത്യയിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ BJP മാറിയിട്ട് ഒരു കോൺഗ്രസ് ഭരണം വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ ഇനി പെട്ടെന്ന് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇല്ല, കോൺഗ്രസിന് ഇതില്ലെന്നേ. കോൺഗ്രസ് ഉള്ള ആൾക്കാർ മുഴുവൻ മുഖ്യമന്ത്രിമാർ 18 പേരെ അങ്ങോട്ടും BJP-യിലേക്ക് പോയില്ലേ. ആര് ജയിച്ചാലും ഇവർ അങ്ങോട്ട് പോകാം. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് പെട്ടെന്നൊന്നും അല്ലെങ്കിൽ കഴിഞ്ഞോണം വന്നേനെ. ഇനി BJP-യുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഇന്ത്യ എന്ന് വിചാരിക്കുന്നു? അങ്ങനെ വിചാരിക്കണല്ലോ. മാറ്റം വരും. ആൾക്കാർ മാറിയൊക്കെ വരുമല്ല. ചിലപ്പോൾ ഈ അടുത്തോളം ചിലപ്പോൾ ഉണ്ടാവില്ല. ഈ കഴിഞ്ഞോളം ചെറിയ മാറ്റം വന്നില്ലേ, അതുപോലെ ചെറിയ മാറ്റങ്ങൾ വന്ന് ജനങ്ങൾ പഠിച്ച് മറിച്ച് ചിന്തിച്ച് നല്ല നേതാക്കന്മാർ വന്ന് വോട്ട് ചെയ്താൽ കോൺഗ്രസ് വീണ്ടും വരും.
നരേന്ദ്രമോദി നല്ലൊരു പ്രധാനമന്ത്രിയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. നെഹ്റു, ഇന്ദിരാഗാന്ധി അങ്ങനെ പ്രധാനമന്ത്രിമാരിൽ വെച്ച് അത് ഓൾ ഇന്ത്യ കാര്യമല്ലോ. മൻമോഹൻ സിംഗിനെക്കാട്ടി നല്ലൊരു പ്രധാനമന്ത്രിയാണ്. അങ്ങനെയല്ല, എല്ലാവർക്കും അവരവരായ കഴിവുകളുണ്ടല്ലോ. കുറെ കഴിവുകളുണ്ടാവല്ലേ. ഇനിയിപ്പോ മൂന്നാമതല്ലേ പ്രധാനമന്ത്രി? മൂന്നാമതാണ്. എന്തെങ്കിലും ഒരു കഴിവില്ലാതാവുക. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. ഞാൻ വേറെ ചോദിച്ചു, അതായത് ഇപ്പൊ വി ഡി സതീശനെ പറ്റിയിട്ട് പറഞ്ഞു, ഇന്ന് പറഞ്ഞ കാര്യമില്ല നാളെ പറയാം, നാളെ പറയുന്ന കാര്യമില്ല മറ്റന്നാ പറയാന്ന് വി ഡി സതീശൻ നേതാവ് നല്ല പ്രവർത്തനം അത് ഇതൊക്കെയാണ്. പക്ഷെ ഈ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് വാക്കിന് വ്യവസ്ഥയാണ്. അതില്ല, വാക്കിന് സ്ഥിരതയില്ല. അപ്പൊ സ്ഥിരത ഇല്ലാത്ത ആള് പറവൂരിൽ 25 വർഷമായി ജയിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അത് അവിടുത്തെ ചെറിയ ചെറിയ വികസനങ്ങൾ കൊണ്ടും പ്രതിപക്ഷ നേതാവെന്ന നിലയിലും പിന്നെ അവിടുത്തെ ആൾക്കാരായിട്ടൊരു ടച്ച് ഉണ്ടല്ലോ. ഈ കേവാവു തൃപ്പൂണിത്തറ പുള്ളി എന്നിട്ട് ജയിക്കണ കണ്ട അങ്ങനത്തെ ഒരാളാണ്. അല്ലാതെ കേരളം മുഴുവൻ കൊണ്ടു നടക്കാൻ പറ്റിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പറവൂരിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ആളാണ്. പറവൂര് കൊണ്ടു നടക്കാം. അത് പറവൂരുള്ളവരോട് ചോദിക്കണമല്ല. ഞാൻ എടപ്പള്ളി അല്ലേടോ, തൃക്കാക്കര മണ്ഡലമാണ്. എൻ്റെ പേര് നൗഷാദ്.